വിപ്ലവസ്മരണകൾ ഉറങ്ങുന്ന നാടാണ് കൊല്ലത്തെ കടക്കൽ. അക്ഷരപ്പുരകളാൽ വിപ്ലവം എഴുതിയൊരു പഞ്ചായത്തുണ്ട് കടക്കലിൽ. കണ്ണൂരിലെ മയിൽ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പേരാണ് ഇട്ടിവ. ഓരോ ശിശുവും ഏതാനും പാരമ്പര്യ സ്വഭാവങ്ങളുമായിട്ടാണ് ഒരു പ്രത്യേകമായ സാമൂഹിക, സാമ്പത്തിക, വൈകാരിക ചുറ്റുപാടിലേക്ക് പിറന്നു വീഴുന്നത്. പിന്നീട് ആ ശിശു അധികാരപ്പെട്ടവരിലൂടെ ക്രമേണ പരിശീലനം നേടുന്നു. സത്യസന്ധതയും അച്ചടക്ക ബോധവുമാണ് പിതാവിൽ നിന്നും എനിക്ക് കിട്ടിയത്. നാൽപ്പതിനായിരത്തോളം ജനങ്ങൾ താമസക്കാരായുണ്ട് ഇട്ടിവ പഞ്ചായത്തിൽ. അതിൽ 30,000-ലധികം പേരും ഗ്രന്ഥശാലയിൽ അംഗങ്ങൾ. കുട്ടികളും കുടുംബിനികളും വയോജനങ്ങളും വരെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ആകെ 30 ഗ്രന്ഥശാലകൾ, 5നും എ ഗ്രേഡ്. 70 വർഷം പിന്നിട്ടതാണ് 3 ലൈബ്രറികൾ. വെളുന്തുറ വിവേകദായിനി ഗ്രന്ഥശാലയാണ് ഇട്ടിവ പഞ്ചായത്തിൽ ഗ്രന്ഥശാല വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ലൈബ്രറികളുടെ ഗ്രാമം എന്നാണ് ഞങ്ങളുടെ പഞ്ചായത്ത് അറിയപ്പെടുന്നത്. അക്ഷരമാണ് ലഹരി എന്നുള്ള ആ ഒരു പ്രതിജ്ഞയോടുകൂടി വർക്ക് ഏറ്റെടുത്ത് സന്മാർഗദായിനി സ്മാരക വായനശാലയും സന്മാർഗദായിനി യുവജന സമാജമടക്കം വളരെ മാതൃകാ പ്രോജക്റ്റുകളടക്കമാണ് ഈ സാംസ്കാരിക അധ്യായത്തിൽ ചേർക്കുന്നതിന് വേണ്ടി പ്രാവർത്തികമാക്കുന്നത്. ഗ്രാമീണ ഗ്രന്ഥശാല രംഗത്ത് സംസ്ഥാന തലത്തിൽ ഇട്ടിവയുടെ തലപ്പൊക്കമുയർത്തിയത് കാട്ടാമ്പള്ളി സന്മാർഗദായിനി. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾക്കപ്പുറം ഈ നാടിൻ്റെ സാമ്പത്തികവും സാമൂഹികവും വൈജ്ഞാനികവുമായ എല്ലാ മേഖലകളിലും ഊർജ്ജസ്രോതസ്സായി മാറാൻ ഈ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറെ വെല്ലുവിളികൾ നേരിടുന്ന മറ്റ് ദുശീലങ്ങളടക്കം നിന്നുകൊണ്ട് സന്മാർഗപരമായ ചിന്തയിലേക്കും ആ ഒരു അക്ഷരത്തിൻ്റെ പ്രവർത്തന മേഖലകളിലേക്കും കൊണ്ടുവരാൻ നമ്മുടെ പ്രവർത്തനം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നാടിൻ്റെ കൂട്ടായ്മയുടെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രങ്ങളാണ് ഇവിടെ ഓരോ ഗ്രന്ഥപുരകളും. ബാലവേദി മുതൽ വനിതാവേദി വരെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. സന്മാർഗദായിനിയുടെ അക്ഷരസേനയടക്കം സംസ്ഥാന തലത്തിൽ മാതൃകയായതാണ്. ഇവിടുത്തെ PSC കോച്ചിംഗ് ക്ലാസുകളിലൂടെ സർക്കാർ സർവീസിൽ ഇടം പിടിച്ചവരും നിരവധി. അക്ഷരങ്ങളോട് അടുത്തു നിൽക്കുന്ന ഇവിടുത്തുകാർക്ക് അറിവാണ് ലഹരി. അതിനാൽ അക്രമത്തിനും ലഹരിക്കും ഇട്ടിവ ഇടം കൊടുക്കുന്നുമില്ല. അക്ഷരപ്പുരകളുടെ അത്ഭുത ഗ്രാമം തന്നെയാണ് ഇട്ടിവ. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഏറ്റവും വലിയ പുരസ്കാരമായ EMS പുരസ്കാരം സ്വന്തമാക്കിയ കാട്ടാമ്പള്ളി സന്മാർഗദായിനി ഗ്രന്ഥശാലയിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.